ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 21. പ്രത്യാശയുടെ വെളിച്ചം. ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. സങ്കീർത്തനം 42:11. ക്യാൻസർ കെയർ സെന്ററിലെ കട്ടിലിനരികിൽ അമ്മയുടെ തിളങ്ങുന്ന ചുവന്ന ക്രൂശ് തൂക്കിയിടേണ്ടതായിരുന്നു. അമ്മയുടെ ചികിത്സാ ക്രമീകരണങ്ങൾക്കിടയിൽ ക്രമീകരിച്ച അവധിക്കാല സന്ദർശനങ്ങൾക്കായി ഞാൻ തയ്യാറെടുക്കേണ്ടതുണ്ടായിരുന്നു. ക്രിസ്മസിന് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ അമ്മയോടൊപ്പം മറ്റൊരു ദിവസം മാത്രമാണ്. പകരം ഞാൻ വീട്ടിലായിരുന്നു. അമ്മയുടെ ക്രൂശ് ഒരു ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിരിക്കുന്നു. എൻ്റെ മകൻ സേവ്യർ ലൈറ്റ് ഇട്ടപ്പോൾ ഞാൻ മന്ത്രിച്ചു, താങ്ക്സ്. അവൻ പറഞ്ഞു, യു ആർ വെൽക്കം. മിന്നുന്ന ബൾബുകൾ ഉപയോഗിച്ച് എൻ്റെ കണ്ണുകളെ പ്രത്യാശയുടെ എക്കാലവും നിലനിൽക്കുന്ന വെളിച്ചത്തിലേക്ക്, യേശുവിലേക്ക് തിരിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണെന്ന് എൻ്റെ മകന് അറിയില്ലായിരുന്നു. 42-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ തൻ്റെ സ്വാഭാവിക വികാരങ്ങളെ ദൈവത്തോട് പ്രകടിപ്പിച്ചു. വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു മുമ്പ് അവൻ തൻ്റെ തളർന്നതും വിഷാദിച്ചതുമായ ആത്മാവിനെ അംഗീകരിച്ചു. ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. അവൻ ദുഃഖത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും തിരമാലകളാൽ കീഴടക്കപ്പെട്ടെങ്കിലും സങ്കീർത്തനക്കാരൻ്റെ പ്രത്യാശ ദൈവത്തിൻ്റെ ഭൂതകാല വിശ്വസ്തതയുടെ സ്മരണയിലൂടെ പ്രകാശിച്ചു. തൻ്റെ സംശയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടും തൻ്റെ ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ ദൃഢത ഉറപ്പിച്ചുകൊണ്ടും അവൻ അവസാനിപ്പിച്ചു, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നമ്മിൽ പലർക്കും ക്രിസ്മസ് സീസൺ സന്തോഷവും സങ്കടവും ഉണർത്തുന്നു. സന്തോഷകരമെന്ന് പറയട്ടെ, പ്രത്യാശയുടെ യഥാർത്ഥ വെളിച്ചമായ യേശുവിൻ്റെ വാഗ്ദത്തങ്ങളിലൂടെ ഈ സമ്മിശ്ര വികാരങ്ങൾ പോലും നിരപ്പിക്കാനും വീണ്ടെടുക്കാനും നമുക്ക് കഴിയും. ചിന്തിക്കുക, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദുഃഖം കൈകാര്യം ചെയ്യാൻ യേശു നിങ്ങളെ എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത്? ഈ സീസണിൽ ദുഃഖിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ പിന്തുണയ്ക്കാനാകും? ദൈവത്തിന് മഹത്വം.